ഇനി എന്നാണ് അടുത്തത്? എന്തോന്ന്? നിന്റെ 4ാമത്തെ കല്യാണം എന്നാണെന്ന്? ഉടനെ ഉണ്ടാവോ അതോ ഗ്യാപ്പ് എടുക്കുന്നുണ്ടോ? ഒന്ന് പോടാ, ചുമ്മാ കളിയാക്കാതെ. ഇതൊക്കെ ദൈവം തരുന്നതല്ല, നമുക്കായിട്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? മാറ്റം വരുത്താനും പറ്റില്ല. പിന്നെ നീ ചെന്ന് കയറുന്ന കൂട്ടിലൊക്കെ ദൈവം ഇരുന്ന് നിനക്ക് പെടകളെ സെറ്റാക്കി തരുമല്ലേ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും പോവാ, നിന്റെ ഐഡിയകൾ സമ്മതിക്കാതെ പറ്റത്തില്ല. സമ്മതിക്കണം പ്രഭോ, സമ്മതിക്കണം. എല്ലാം മുജ്ജന്മ സുഹൃതം മുട്ടാ, മുജ്ജന്മ സുഹൃത്തം. പിന്നെ ഇത് നിസ്സാര കാര്യമൊന്നുമില്ല, ഇതിൽ വളരെ കഷ്ടപ്പാടുണ്ട്. ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ പാടാ മോനെ. പിന്നെ ഇമാതിരി കാര്യങ്ങൾക്ക് ഇത്തിരി ഗ്യാപ്പ് ഇടുന്നത് നല്ലതാ, കുറഞ്ഞ 1 മാസമെങ്കിലും. എടാ മുട്ട, നമ്മുടെ ആയുസിനെ കുറിച്ച് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ആയുസ് എന്ന് വെച്ചാൽ കോഴികളുടെ ആയുസ്, ഈ സാഹചര്യത്തിൽ 1 മാസത്തെ ഗ്യാപ്പ് എന്ന് വെച്ചാൽ അതൊരു വലിയ കാലയളവല്ലേ? നീ ഒന്ന് ആലോചിച്ചേ. നീ പറഞ്ഞത് ശരിയാ. പക്ഷെ നീ എന്റെ സുഹൃത്തും നിലയിൽ നീ പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് വേണ്ട, ഒന്നിന്റെ ഗ്യാപ്പ് എടുക്കാം. അത് നന്നായി. 1 മാസത്തെ ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതാടാ. 1 മാസത്തെ ഗ്യാപ്പാ? പിന്നെ 1 മീൻസ് 1 അവർ, അതായത് 1 മണിക്കൂർ. അത് തന്നെ കൂടുതലാ. നീ ഒരു സംഭവം തന്നെ കേട്ടാളിയാ. ആ പേന ഒന്ന് കിട്ടുവോ? ഏത് പേന? മറ്റേ പേന ഇല്ലേ നിന്റെ തല വരയ്ക്കാൻ എടുത്ത പേന, അതൊന്ന് കിട്ടുവോ? അത് വെച്ച് നിന്റെ തലയിടൊന്നും വരയ്ക്കണ്ട, വേറെ എവിടെയെങ്കിലും ഒന്ന് തോണ്ടി വിട്ടാ മതി, അല്ല ഒരു കുത്തിട്ടാ മതി. നീ ഒരു സംഭവം തന്നെയാളാ. വെറും സംഭവമല്ല, മഹാസംഭവം. നിന്നെ ഒരു പാഠ്യവിഷയമാക്കണം. നായ്ക്കുട്ടൻ എങ്ക പോയാച്ച്? പാപ്പ അറിഞ്ഞില്ലായിരുന്നാ ചെമ്പകം? എന്നാ ഇവനെ രക്ഷപ്പെടുത്തേന് ആ തള്ളാവും മിടുക്കനാണെന്ന് പറഞ്ഞതിന് ആത്മാർത്ഥത കാണിച്ചോണ്ടിരിക്കുക. വീടിന്റെ മുന്നിലേ ഇനി കിടക്കുള്ളെന്ന്, ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. എന്താകോ എന്തോ. അപ്പടിയാ? അവിടെ കിടന്ന് മൂക്കട്ടെ. എന്നാ ആത്മാർത്ഥത വരുന്നുണ്ടല്ലോ ആത്മാർത്ഥത. മോന്ത വവ്വാലി തപ്പിയ പോലെ ഉണ്ടല്ലോടാ. എന്താ ഈ വീട് സംരക്ഷണം നിർത്തിയാ? അതാ ഇനി ചുറ്റും നടന്ന് സംരക്ഷിക്കാനോ മറ്റോ? ഒന്ന് പോടാപ്പാ, ഞാനെന്തിനും പോണില്ല. അതിനടാ നിന്റെ ആത്മാർത്ഥത ചോർന്നു പോയാ? അതാ തീർന്നു പോയാ? അല്ലേലും ഈ മനുഷ്യന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാട്ടിപ്പ് ടീമാണ്. ഒരു തവണ ഒന്ന് പറയും, പിന്നെ മാറ്റി പറയും, പിന്നെ അത് തിരുത്തി പറയും. മടുത്തുപോയി. എന്നാ ഇപ്പൊ പറ്റിയേ? കിട്ടിയാ തള്ളയുടെ കയ്യിന്ന്? എടാവേ, തള്ള രാഷ്ട്രീയക്കാരെക്കാളും കഷ്ടമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാൻ മിടുക്കനാണ്, ഇന്ന് അവര് പറയണ് ഞാൻ മൊണ്ണയാണെന്ന്. അല്ലെങ്കിൽ ഇക്കാലത്ത് നല്ല ഒന്നും ചെയ്യാൻ പാടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായത് അത് പറയടാ. എടാ, അവിടെ ആ ഓണപ്പിരിവുകാർ വന്ന്, അതിനാണ് ആ തള്ള ചുമ്മാ. നീ അവരെ കണ്ടിട്ട് കുരച്ചില്ല അല്ലേ? ഞാനതങ്ങ് വിട്ടുപോയടാ. ഞാൻ കുരയ്ക്കാൻ നോക്കിയപ്പോ അവര് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ച് നല്ലവന്മാരായിരിക്കുമെന്ന്. പിന്നെ മലയാളികളും ആണല്ലോ, അത് ഹിന്ദിക്കാരോ മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ മറിച്ചേനെ. എന്തോ? അല്ലടാ, നീ ഹിന്ദിക്കാരായിരുന്നെങ്കിൽ അവരുടെ മേത്തേക്ക് ചാടി അവരെ മറിച്ചിട്ടേനെ എന്ന് പറയുമായിരുന്നു. നീയും കണക്കാടാ മാറി. നിനക്കും ഒരു സ്മരണയില്ല. ആ ഇറച്ചിക്കടയിൽ കിടക്കട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു, തേണ്ടി. എടാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ സീരിയസ് ആക്കാതെ. എന്നായിക്കോട്ടെ പ്രശ്ന? ഒന്നുമില്ല ചമ്പകം, ഒന്ന് കുരയ്ക്കാൻ മറന്നുപോയി. തള്ള അതിന് വഴക്കിട്ട്. അത് കെന്നടാ, നായന കുരയ്ക്കണോ? അത് നായുടെ വേല താനേ. അതുക്ക് അമ്മാക്കായിന്ന് ഏതാവത് കിടച്ചാ നല്ല പോച്ച്. വന്നോന്ന് തമിഴത്ത് വരെ നീക്കിട്ട് വെക്കാൻ തുടങ്ങി. നന്നായി വാ. എടാ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ഇൻസൾട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്ന് വെച്ച് എപ്പോഴും കിട്ടിയ എന്തോ ചെയ്യും? ഈ ഇൻവെസ്റ്റ്മെന്റ് മോട്ടിവേഷനൊക്കെ കൂടി അത് തൊണ്ടായി കൊടുങ്ങി ചത്തുപോകും. വെള്ളപ്പച്ചു വേണ്ട. എടാ പട്ടിച്ചെറുക്ക, ഇനി ആര് വന്നാലും നീ കുരയ്ക്കണം, പറ്റിയ ഒരു കടിയും കൊടുക്കണം. അപ്പൊ ആ തള്ളയുടെ സൂക്കേട് തീരും. എന്റെ ആടെ, ഞാൻ ആരെങ്കിലും കടിച്ചാ ഈ തള്ള തന്നെ അവരുടെ ആശുപത്രി ചെലവൊക്കെ എടുക്കേണ്ടി പറ്റില്ലേ? ഇല്ലേ? അത് ശരിയാ. നീ കടിക്കാത്തതിന്റെ കുറവേ ഉള്ളു ഇവിടെ. പിന്നെ എനിക്ക് തീറ്റ ഉണ്ടാകത്തില്ല, കിടപ്പാടം ഉണ്ടാകത്തില്ല. പിന്നെ ഓണം എത്തി, വല്ല അറിഞ്ഞായിരുന്ന? ഓണമൊക്കെ ആയോ? ഞാനതില്ലല്ലോ. ഈ കോഴിക്കോട് യാത്ര ചെയ്യുന്നവന് എങ്ങനെ അറിയാനാണ്? പിന്നെ പരിപാടി ഇത്തവണയും നമുക്ക് ഗംഭീരമാക്കണം. മാവേലി നാടു വാണിടും. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതിനാടി അങ്ങനെ വർത്താനം പറയണത്? എന്റെ പാട്ടിന് എന്താ കുറവ്?
അയ്യോ അയ്യോ ഒരു കുറവുമില്ല, സൂപ്പറാ. അല്ല പിന്നെ നീ എന്നെ ആവർത്തനം പറയണ എന്നെ. നമ്മൾ പരിപാടി തുടങ്ങാൻ പ്ലാൻ ഇടുന്നല്ലേ ഉള്ളു, അതിന് മുമ്പേ അടിയായ. இந்த வாட்டி நான் ஒரு சூப்பரா கும்மி பாட்டு பாடுவேன். ആ ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഇവക്ക് ഇത് എന്തിന്റെ സൂക്കേടാണ്? അവള് കമ്മിപ്പാടോ എന്തെങ്കിലും ചെയ്യട്ടെ. അതെന്നടി അങ്ങനെ ഒരു ടാക്ക്? ഒരു കഴിവുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം, കലാകാരന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം. അല്ലാതെ എന്തിനും ഉടക്കുമായിട്ട് വരും നെഗറ്റീവ് പോളി. എന്നാ ഇത്തവണ ഒരു പരിപാടിയില്ല, എല്ലാം ക്യാൻസൽ. ഇങ്ങോട്ട് നോക്കിയേ, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് പറഞ്ഞേ. പറ ഹാപ്പി ഓണം, ഹാപ്പി ഓണം. കഞ്ഞി വെള്ളം കുടിച്ചതുപോലെ പറ ഹാപ്പി ഓണം.